ഇലക്ട്രൽ ബോണ്ട് വഴി DLFൽ നിന്നും BJP 170 കോടി വാങ്ങിയതായി കണ്ടെത്തൽ. ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് അഴിമതി കേസിൽ നിന്ന് റോബർട്ട് വാദ്രയെ രക്ഷിക്കാനാണ് BJP തുക കൈപ്പറ്റിയത്. വിഷ്ണു തലവൂരുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ ഭൂമി ഇടപാട് കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി DLF BJPക്ക് 170 കോടിയുടെ ബോണ്ട് നൽകി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് 2008 ഇത്തരത്തിൽ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. റോബർട്ട് വാദ്രയുടെ കമ്പനിയായിട്ടുള്ള സ്കൈലൈറ്റ് കമ്പനി ഗുരുഗ്രാമിൽ 3.7 ഏക്കർ ഭൂമി അത് ചെറിയ വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്. ഏകദേശം 7.5 കോടി രൂപയ്ക്കാണ് ഈ ഭൂമി വാങ്ങിക്കുന്നത്. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 7.5 കോടിക്ക് വാങ്ങിയ ആ ഭൂമി ഏകദേശം 58 കോടിക്കാണ് DLF കമ്പനിക്ക് വിൽക്കുന്നത്. ഈ ഒരു അഴിമതി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ പ്രചരണ ആയുധമാക്കിയതാണ്. പിന്നീട് 2018 ഹരിയാനയിൽ BJP സർക്കാർ റോബർട്ട് വാദ്രയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണ് DLFന്റെ വിവിധ കമ്പനികൾ വലിയ തോതിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്. 170 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് വാങ്ങിക്കൂട്ടിയത്. ഈ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ BJPക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും DLF തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നൽകിയിട്ടില്ല. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയതിനു ശേഷം 2023 റോബർട്ട് വാദ്ര കുറ്റക്കാരനല്ല എന്ന് ഹരിയാന സർക്കാർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുന്നത്. അത്തരത്തിൽ കുറ്റമുക്തനാക്കുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്രയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് BJPക്ക് 170 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കണക്കുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഓരോ വിവരങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. കീർത്തി.